പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇൻ്റർവ്യൂ ദ ന്യൂസ് വീക്കിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഗോദി മീഡിയകൾ കൊട്ടിഘോഷിച്ച ആ ഇൻ്റർവ്യൂ ഫ്ലോപ്പാണെന്നും പെയ്ഡ് ന്യൂസാണെന്നും തട്ടിക്കൂട്ടിയതാണെന്നും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇലക്ഷൻ്റെ മുമ്പായി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പല വാർത്തകളും ഫീച്ചറുകളും അദ്ദേഹത്തെപ്പറ്റിയുള്ള കഥകളും സ്റ്റോറികളും എല്ലാ മീഡിയ ഔട്ട്ലെറ്റുകളും പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അവയിലൊന്നും നരേന്ദ്രമോദിയുമായി നേരിട്ട് ഒരു അഭിമുഖം, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയിലുള്ള, നമ്മളൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടില്ല. 10 വർഷം രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രി പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടില്ല എന്ന ഖ്യാതി നരേന്ദ്രമോദിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനും അവയ്ക്ക് മറുപടി പറയാനുമുള്ള കഴിവ് നരേന്ദ്രമോദിക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ദ ന്യൂസ് വീക്ക് ഒരു റെപ്യൂട്ടേഷനുള്ള ന്യൂയോർക്കിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാഗസിനാണ്, സംശയമില്ല. ഇന്ദിരാഗാന്ധിയുടെ കവർ ഫോട്ടോ വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയോടുകൂടി കവർ സ്റ്റോറിയായി ദ ന്യൂസ് വീക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറ കഥ ദ വയർ പുറത്തു കൊണ്ടുവന്നു. ദ ന്യൂസ് വീക്ക് മാഗസിൻ്റെ ഏഷ്യ ഇൻചാർജുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് ഡാനിഷ് മൻസൂർ ഭട്ട് എന്നാണ്. മോദിയുടെ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് ഇൻഫർമേഷൻ ആൻഡ് PR ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് JK, ജമ്മു ആൻഡ് കാശ്മീർ, BJPയുടെ കേന്ദ്ര ഭരണപ്രദേശമായ JKയിലുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ അവർ പറയുന്നത്, വാച്ച് ദ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് ഡാനിഷ് മൻസൂർ ഭട്ട്. ഡാനിഷ് മൻസൂർ ഭട്ടിൻ്റെ പ്രചോദനാത്മകമായ ജീവിതയാത്ര കാണുക. ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് വളർന്ന പത്രപ്രവർത്തകൻ, ഇൻ്റർനാഷണൽ മീഡിയയുടെ ഏഷ്യൻ എഡിറ്ററായി ഉയർന്നു. അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ജമ്മു ആൻഡ് കാശ്മീരിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടു. ഡാനിഷ് മൻസൂർ ഭട്ടിനെ ആദ്യം BJP ഗവൺമെൻറ് കയ്യിലെടുക്കുന്നു, അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നു. പിന്നീടാണ് ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂവിൽ അവകാശപ്പെടുന്നത് നരേന്ദ്രമോദിക്ക് ചോദ്യങ്ങൾ അയച്ചു കൊടുത്തു, ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. പിന്നീട് 90 മിനിറ്റ് പ്രധാനമന്ത്രിക്കൊപ്പം ചിലവഴിച്ചു. ഇതാണ് ദ ന്യൂസ് വീക്ക് അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ഡാനിഷ് മൻസൂർ ഭട്ട് അവകാശപ്പെടുന്നത്. ഡാനിഷ് മൻസൂർ ഭട്ടും JKയിലെ BJP ഗവൺമെൻറ്റും തമ്മിലുള്ള കൊള്ളക്കൊടുക്കലുകൾ സംശയാസ്പദമാണ്. ഇൻ്റർവ്യൂ ഫുൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് എൻറ്റയർലി ഒരു ഇൻ്റർവ്യൂ ആയിരുന്നില്ല. ചോദ്യം അയച്ചു കൊടുത്തെങ്കിൽ എവിടെ ചോദ്യം? ഒരു ചോദ്യം പോലും ആ ഇൻ്റർവ്യൂവിൽ കാണാനില്ല. ഇൻ്റർവ്യൂ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച അതിൽ മോദി സ്ഥിരമായി തള്ളുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. പിന്നീട് അവർ നേരിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടെയും ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യനോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയോ ഉണ്ടാകുന്നില്ല. കാരണം ആദ്യമേ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. സത്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എഴുതിക്കൊടുത്ത ഒരു ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിളിന് സബ് ഹെഡിങ്ങുകൾ നൽകുക മാത്രമാണ് ദ ന്യൂസ് വീക്ക് ചെയ്തിരിക്കുന്നത്. ഇൻ്റർവ്യൂ നടന്നു എന്ന് കാണിക്കാൻ പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കുന്ന ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ദ ന്യൂസ് വീക്കിൽ പ്രസിദ്ധീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ അല്ല, ചോദ്യോത്തരമല്ല. ചോദ്യവും അവിടെയില്ല, ഉത്തരവും അവിടെയില്ല. ദ ന്യൂസ് വീക്ക് എന്ന് പറയുന്ന റെപ്യൂട്ടേഷനുള്ള മാഗസിനിലും നരേന്ദ്രമോദി വാറോല എഴുതി നൽകുകയും അത് ഇൻ്റർവ്യൂ ആണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കാപട്യമാണ്, കളവാണ്, തട്ടിപ്പാണ്. ഒരു അഭിമുഖം നടത്താൻ പ്രാപ്തിയില്ലാത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഉണ്ടെന്ന് തെളിയിക്കാൻ BJPക്കാരെയും
നരേന്ദ്രമോദിയെയും വെല്ലുവിളിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.